Marathals, welcome back to my para. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ ഐഫോൺ 15ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഡിലേ ചെയ്യാതെ ഇതിന്റെ അൺബോക്സിംഗ് കാണാം. അൺബോക്സ് ചെയ്യാൻ ഇവിടെ ചെറിയൊരു ടാബ് വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പീൽ ചെയ്യാം. അതേപോലത്തെ ടാബ് താഴെയുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് പീൽ ചെയ്യാം. അപ്പോൾ ഇവിടെ യെല്ലോ കളർ ഐഫോൺ 15 ആണ് നമ്മളിവിടെ മേടിച്ചിരിക്കുന്നത്. എത്രത്തോളം ബ്രൈറ്റ് യെല്ലോ ആണെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. യെല്ലോ ആണെന്ന് പറഞ്ഞാലും വലിയ രീതിയിൽ അങ്ങനെ കാണുന്നില്ല. ഏറ്റവും കുറേയും കൂടെ യെല്ലോ കാണുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഇച്ചിരി കൂടെ കഴിഞ്ഞ് നോക്കാം. നമുക്ക് തൽക്കാലം നമ്മുടെ ഫോൺ ഒന്ന് മാറ്റി വെച്ച് വേറെ എന്തൊക്കെ ഗുഡീസ് ആണ് ഈ ഒരു ബോക്സ് വേണം നോക്കാം. എപ്പോഴും വരുന്നതിൻ്റെ കൂട്ട് തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നുള്ള ചെറിയ പേപ്പർ വർക്കും, പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു സ്റ്റിക്കർ മാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് മാറ്റി വെച്ച് പുതിയ USB Type-C ചാർജർ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഐഫോണിൽ Type-C to Type-C ചാർജർ വരുന്നത്. ആൻഡ് ഈ ഒരു കേബിളിന് ഇച്ചിരി വ്യത്യാസം കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ബ്രെയ്ഡഡ് കേബിളാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്ക് ഡ്യൂറബിൾ ആയിരിക്കും, കുറേ വർഷങ്ങൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്രണ്ട് ഒരു ചെറിയ പേപ്പർ ഇടുന്നുണ്ട്, നമുക്കൊന്ന് പീൽ ചെയ്യാം. നമുക്ക് ഇനി ഇത് ഓണാക്കാൻ നോക്കാം. ഓണാക്കാൻ ഇവിടുത്തെ ആ പവർ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഭയങ്കര ലൈറ്റാണ്. ഇതിനാക്കൂടെ 171 ഗ്രാംസേ ഉള്ളൂ. നമ്മുടെ ഐഫോൺ 14 Pro ഏകദേശം 206 ഗ്രാംസോളം ഉണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു വാൾപേപ്പറുമാണ് നമ്മുടെ iOS 17 നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബിൽ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ സൈഡിൽ വരുന്നത് അലൂമിനിയം ഡിസൈൻ ആണ്. ഇതൊരു അലൂമിനിയം സൈഡ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് വലിയ രീതിയിൽ നമുക്കിവിടെ കാണത്തില്ല. നമ്മുടെ ഐഫോൺ 14 Pro ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. കളർ ഇൻഫ്യൂസ്ഡ് ഗ്ലാസ് ബാക്ക് ആണ്. മാറ്റ് ഫിനിഷ് ചെയ്ത ഒരു ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നേരം ഇത് ഉപയോഗിക്കുമ്പം ഒരു സ്റ്റിക്കിനെസ് ഒന്നും തോന്നത്തില്ല. ഇതിന് ഐഫോൺ 14 പ്രോയിലുള്ളതിൻ്റെ കൂട്ട് തന്നെ OLED ഡിസ്പ്ലേ ആണുള്ളത്. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനില്ല. അതായത് കുറച്ച് നേരം നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഡിസ്പ്ലേ അങ്ങ് ഓഫ് ആവും. നമ്മുടെ ഐഫോൺ 14 പ്രോയിലും 15 പ്രോയിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇതിന്റെ അകത്ത് വരുന്ന കഴിഞ്ഞ വർഷത്തിന്റെ A16 ബയോണിക് ചിപ്പ് ആണ്. അപ്പോൾ പുതിയ ഐഫോൺ 15 ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ എഡ്ജസ് ഇച്ചിരിയും കൂടെ റൗണ്ടഡ് ആണ്. നമ്മുടെ ഐഫോൺ 14 പ്രോ ഒന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ഇച്ചിരിയും കൂടെ ഷാർപ്പർ എഡ്ജ് ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുറെ നേരം കേസില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി അൺകംഫർട്ടബിൾ ആണ്. Type-C പോർട്ട് ആണ് ഇപ്പോൾ പുതിയ ഐഫോൺ 15നും 15 പ്രോയിനും വരുന്നത്. അതിന് നമുക്ക് യൂറോപ്പിനോടാണ് താങ്ക്സ് പറയേണ്ടത്. 2022 യൂറോപ്പ് ഒരു പാർലമെന്റ് അപ്രൂവൽ നടത്തി ഇനിയുള്ള എല്ലാ ഫോൺ ഡിവൈസുകൾക്കും അവിടെ USB Type-C വരാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചാർജറും കൊണ്ട് നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും, ഐപോഡ് ചാർജ് ചെയ്യാൻ പറ്റും, ആൻഡ് ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുതിയ ഐഫോൺ 15 Type-C പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ Type-C ഉപയോഗിച്ച് വേറെ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലഗ് ചെയ്യുന്നത് എൻ്റെ എയർപോഡ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സെയിം ടെസ്റ്റ് നമ്മുടെ ഐപാഡിൽ ഒന്ന് നടത്തി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഐപാഡ് കൊണ്ടുവരുന്നുണ്ട്. ലൈറ്റിംഗ് കേബിൾ ഇനി നമുക്ക് ഐപാഡിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് വേറൊരു ഡിവൈസ് ഈ ഒരു Type-C കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഈ Type-Cയുടെ ഒരു ഗുണം. അപ്പോൾ ഐഫോൺ 14 പ്രോയിന് വരുന്ന ഡൈനാമിക് ഐലൻഡ് ഇവിടെയുമുണ്ട്. മിക്കവാറും എല്ലാവരും ഓൾറെഡി അതിന്റെ ഫീച്ചേഴ്സ് കണ്ടു കാണും. എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഒരു തവണയും കൂടെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കാം. ഡൈനാമിക് ഐലൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷനോ അല്ലെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുകയാണ് അല്ലെ ഒരു ടൈമറും എല്ലാം നമ്മൾ ഓൺ ആക്കുവാണെങ്കിൽ നമ്മൾ ഹോമിൽ പോകുമ്പം ആ ടൈമറിന്റെ സ്റ്റാറ്റസ് ഇവിടെ മണ്ടയ്ക്ക് പറയാം. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഊബറോ അല്ലെ ലിഫ്റ്റോ ഓർഡർ ചെയ്യുവാണെങ്കിൽ ആ വണ്ടി എത്രത്തോളം ദൂരെയാണെന്നുള്ള ഒരു സ്റ്റാറ്റസും ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ കൊണ്ടുവരും. അപ്പോൾ അതാണ് നമ്മുടെ ഐഫോൺ 15 വരുന്ന പുതിയ ഡൈനാമിക് ഐലൻഡ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് നോക്കിയാൽ തന്നെ അത്രയ്ക്ക് വലിയൊരു യെല്ലോ ആയിട്ട് ഇവിടെയും തോന്നുന്നില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ നല്ലപോലെ യെല്ലോ കാണാൻ പറ്റുന്നത്. ഒരു ജസ്റ്റ് പെയിൽ യെല്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൃത്തിയായിട്ടില്ല, പക്ഷെ എന്നാലും ഒരു എടുപ്പുമില്ല. ഇനി നമുക്ക് ഈ ഐഫോൺ 15നും 14 പ്രോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ ഐഫോൺ 15 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നല്ലപോലെ വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിനും കൂടെ നമ്മുടെ ക്യാമറ എടുത്ത് കൊണ്ടുവരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഐഫോൺ 15 ബ്രൈറ്റർ ആണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഏത് ഫോട്ടോ ആണ് നമ്മുടെ ഐഫോൺ 15ലോ അല്ലെ ഐഫോൺ 14 പ്രോയിലോ ഒന്ന് എടുത്തതെന്ന് ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഫോട്ടോ എടുത്തിച്ചിരിയും കൂടി ഒരു സൺലൈറ്റ് ഉള്ള സമയത്താണ്. അതുകൊണ്ടാണ് ഐഫോൺ 14 പ്രോ ഇച്ചിരിയും കൂടി ഒരു സണ്ണി ലുക്ക് അല്ലെ ഒരു വാം ലുക്ക് വന്നത്. ഐ ആക്ച്വലി പ്രിഫർ ദ ഫോട്ടോ ഫ്രം ഐഫോൺ 15. നിങ്ങളുടെ പ്രിഫറൻസ് എന്താ? അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഐഫോൺ 15 നിന്നും ഐഫോൺ 14 പ്രോയിൽ നിന്നും സെയിം ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ജസ്റ്റ് ഇതിൻ്റെ ഒരു മൈക്രോഫോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ ഏത് മൈക്രോഫോണാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്? ഐഫോൺ 15ൻ്റെ ആണോ അതോ ഐഫോൺ 14 പ്രോയിൻ്റെ ആണോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഐഫോൺ 15നും റൈറ്റ് സൈഡിൽ ഐഫോൺ 14 പ്രോയും ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐഫോൺ 15 സൗണ്ട് ഫുൾ വോളിയത്തിൽ ഒന്ന് കേട്ട് നോക്കാം. ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കുക. ജസ്റ്റ് ഒരു വാണിംഗ്.
അപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ iPhone 14 Proയിൽ ആ സെയിം പാട്ട് ഫുൾ വോളിയത്തിൽ കേട്ട് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ iPhone 14 Proന്റെ സൗണ്ട് ക്വാളിറ്റിയാണ് ഇച്ചിരിയും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് അത്ര ഒരു ബാസ് ഒരു റിച്ച്നെസ്സോ തോന്നുന്നില്ല. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ഏത് ഡിവൈസിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പുതിയ iPhone 14 Proന്റെ സെയിം ക്യാമറ തന്നെയാണ് വരുന്നത്. പക്ഷേ പുതിയ iPhone 15ലും 15 Proയിലും ഒരു ന്യൂ ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോക്കസ് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പിന്നീട് അതായത് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് പോർട്രേറ്റ് മോഡിലാണ് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കാം. എഡിറ്റ് ഞെക്കി കഴിഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഔളിനെയാണ്. ആ ഫോക്കസ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് മാറ്റാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് പ്രീറ്റി കൂൾ. അവസാനമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇഫ് ദിസ് ഡിവൈസ് ഈസ് വർത്ത് യുവർ മണി. ഇപ്പൊ നിങ്ങൾ iPhone 15 iPhone 15 Pro മേടിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പേഴ്സണലി ടു ഗോ വിത്ത് iPhone 15. iPhone 15 Proയിൽ ആ കൂടെ കിട്ടുന്നത് ഇപ്പൊ ഒരു കസ്റ്റം ബട്ടൺ ആണ്. പണ്ട് നമ്മുടെ ഫോൺ റിംഗർ സൈലന്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു സ്ലൈഡർ ആണ് ഇത്. iPhone 15 Proയിൽ ഇതൊരു ബട്ടൺ ആക്കി. ആ ഒരു ബട്ടൺ കൊണ്ട് നമുക്ക് കുറെ കസ്റ്റമൈസബിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്യാമറ ഷോർട്ട് കട്ട് കൊടുക്കാനും അല്ലെ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമുക്ക് തുറക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ that's just a gimmick. To me personally, I just don't think it's worth buying iPhone 15 Pro. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് iPhone 15 മേടിക്കാൻ തന്നെയാണ്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം